ഹായ് ഓൾ, വെൽക്കം ടു യൂട്യൂബ് ലൈൻ. സോ നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് ബൈനറി ട്രീ റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രീസ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ജനറൽ ട്രീ തന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ട്രീ തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ എങ്ങനെ ബൈനറി ട്രീയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ഏത് ട്രീയെയും നമുക്ക് ബൈനറി ട്രീയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏത് ട്രീ തന്നാലും ഒരു ട്രീ തരുവാണെങ്കിൽ അതിനെ നമുക്ക് ബൈനറി ട്രീയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ആ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈനറി ട്രീയിലേക്ക് ഒരു ട്രീയെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ട്രീയും ബൈനറി ട്രീയും രണ്ടാണ്. ഓക്കെ, ബൈനറി ട്രീയുടെ കണ്ടീഷൻ വേറെയാണ്. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ് എന്ത് കണ്ടീഷനാണ് ബൈനറി ട്രീയുടെ എന്ന്. ഓക്കെ, അപ്പോൾ ഒരു ട്രീ തന്നു കഴിഞ്ഞാൽ, ഒരു ജനറൽ ട്രീ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബൈനറി ട്രീയിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇവിടെ പറയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് നെക്സ്റ്റ് റൈറ്റ് സിബ്ലിംഗ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് നെക്സ്റ്റ് റൈറ്റ് സിബ്ലിംഗ്. സോ ഈ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രീയെ ബൈനറി ട്രീ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഫിഗർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ട്രീ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇതിനെ ബൈനറി ട്രീയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ ട്രീ. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ ട്രീ ആണ്. സോ ഈ ട്രീയെ നമ്മൾ ബൈനറി ട്രീയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബൈനറി ട്രീയിലേക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഡേറ്റ, ചൈൽഡ്, സിബ്ലിംഗ്. ഓക്കെ, ഇതാണ് നോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റാമെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് നെക്സ്റ്റ് റൈറ്റ് സിബ്ലിംഗ് എന്നാണ്, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം എ എന്ന് പറയുന്ന നോഡിനെ കൺസിഡർ ചെയ്യുക. അപ്പൊ എ എന്ന് പറഞ്ഞ നോഡിനെ കൺസിഡർ ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്, എ എന്ന് പറഞ്ഞ നോഡ്. സോ ആ ഒരു നോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ആ നോഡിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് എടുക്കുക, എന്നിട്ട് റൈറ്റ് സിബ്ലിംഗ് വരയ്ക്കുക. ഓക്കെ, അപ്പൊ എയുടെ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ബി ആണ്, അല്ലെ? സോ നമ്മൾ ബി വരച്ചു. സോ ഇവിടെ ഇപ്പുറത്ത് ഫിഗർ ഉണ്ട്, എയുടെ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് ബി വരും, അതിന്റെ റൈറ്റ് സിബ്ലിംഗ് ആണ് സി എന്ന് പറയുന്നത്, അല്ലെ? ഇത് ബിയുടെ റൈറ്റ് സിബ്ലിംഗ് ആണ് എന്ത്, സി എന്ന് പറയുന്നത്. സോ നമ്മൾ റൈറ്റ് സിബ്ലിംഗ് ബിയിൽ നിന്ന് നമ്മൾ വരച്ചു. ഓക്കെ, അപ്പം എയുടെ ലെഫ്റ്റ് മോസ്റ്റ് ആണ് ബി വരുന്നത്, ബിയുടെ റൈറ്റ് സിബ്ലിംഗ് ആയിട്ട് നമ്മൾ സി എ വരച്ചു. ഓക്കെ, അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ബി എടുക്കുക. ബി ഈ താഴോട്ടുള്ള സബ് ട്രീ എടുത്തു നോക്കിയാൽ എന്താണ്, ബി, അല്ലെ? അപ്പൊ ബി എടുത്തു നോക്കിയാൽ ബിയുടെ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഇ ആണ്, അല്ലെ? സോ ബിയുടെ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇ വരച്ചു. ദെൻ എഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അതിന്റെ റൈറ്റ് സിബ്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പം ഇയുടെ റൈറ്റ് സിബ്ലിംഗ് ആയിട്ടാണ് നമ്മൾ എഫിനെ ഇങ്ങനെ കൊടുത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സി എടുക്കുക. സി എടുക്കുവാണെങ്കിൽ ആകെപ്പാടെ അതിനൊരൊറ്റ നോഡേ ഉള്ളൂ, അല്ലെ? ഒരു ചൈൽഡേ ഉള്ളൂ. സോ ആ ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. സോ നമ്മൾ നേരെ അതുപോലെ തന്നെ ആ ചൈൽഡ് അങ്ങ് വരയ്ക്കുക. ഓക്കെ, പക്ഷെ അതിന് സിബ്ലിംഗ് ഇല്ല, ആ സിക്ക് വേറെ സിബ്ലിംഗ് ഇല്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് എന്നുള്ള ഒരു കണക്കിൽ നമ്മൾ ജസ്റ്റ് വരയ്ക്കുന്നതേ ഉള്ളൂ. സോ സിയിൽ നിന്ന് ജസ്റ്റ് ജി വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക, ഡി എടുക്കുക. ഡി എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഡി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, സിയുടെ സിബ്ലിംഗ് ആണ്, അല്ലെ? സിയുടെ സിബ്ലിംഗ് ആണ് ശരിക്കും ഡി എന്ന് പറയുന്നത്. അതായത് ബിയും സിയും ഡിയും ആക്ച്വലി സിബ്ലിംഗ് ആണ്, എയുടെ സിബ്ലിംഗ് ആയിട്ടാണ് വരുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്ന് സി വരച്ചു, ദെൻ സിയിൽ നിന്ന് നമ്മൾ ഡി വരയ്ക്കുന്നു. ഓക്കെ, സിയിൽ നിന്ന് നമ്മൾ ഡി വരയ്ക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഡിയുടെ കേസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഡിയുടെ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്, അല്ലെ? സോ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡിനെ നമ്മൾ എച്ച് വരച്ചു, എന്നിട്ട് ഐയും ജെയും അതിന്റെ റൈറ്റ് സിബ്ലിംഗ് ആയിട്ട് നമ്മൾ നേരെ നേരെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ഐ എൻ ജെയെ നമ്മൾ റൈറ്റ് സിബ്ലിംഗ് ആയിട്ട്, എച്ചിന്റെ റൈറ്റ് സിബ്ലിംഗ് ആയിട്ട് നമ്മൾ നേരെ നേരെ കണക്ട് ചെയ്ത് വരച്ചു. ഓക്കെ, അപ്പം എച്ചിന്റെ സിബ്ലിംഗ് എന്ന് പറയുന്നത്, അപ്പൊ ഈ ഡിയുടെ സിബ്ലിങ്സ് എന്ന് പറയുന്നത് എന്താ, ഈ ഐയും ജെയും എച്ചും ആണ് ഡിയുടെ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. സോ എച്ചിന്റെ സിബ്ലിംഗ് ആണ് ഐയും ജെയും വരുന്നത്. സോ നമ്മൾ എച്ചിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് ആദ്യം എഴുതി, അതായത് എച്ച് ആണ് ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ്, അത് നമ്മൾ നേരെ താഴേക്ക് വരച്ചു. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി രണ്ടെണ്ണത്തിനെ റൈറ്റ് സിബ്ലിംഗ് ആയിട്ടാണ് നമ്മൾ വരച്ചത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് നെക്സ്റ്റ് റൈറ്റ് സിബ്ലിംഗ് എന്നുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇതില് ഈ കളർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, അത് ജസ്റ്റ് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് കളർ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഇതിനെ നമ്മൾ ഇനിയും ബൈനറി ട്രീയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 45 ഡിഗ്രി ക്ലോക്ക് വൈസിൽ ഈ ഒരു ഫിഗറിനെ നമ്മൾ ടിൽറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ 45 ഡിഗ്രി ക്ലോക്ക് വൈസിൽ ഈ ഒരു ഫിഗറിനെ നമ്മൾ ടിൽറ്റ് ചെയ്താൽ ഇങ്ങനെ വരും.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത് നമ്മളെ വരച്ച ആ ഒരു ഫിഗർ, അതായത് ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് നെക്സ്റ്റ് റൈറ്റ് സിബ്ലിംഗ് എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് വെച്ച് വരച്ചത് നമ്മൾ ഇതാണ്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ 45 ഡിഗ്രി ക്ലോക്ക് വൈസിൽ നമ്മൾ ജസ്റ്റ് ടിൽറ്റ് ചെയ്യുക. ഈ ഒരു ഫിഗറിനെ ടിൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫൈനൽ ആൻസർ ആണ് ഇത്. സോ ഇതാണ് ബൈനറി ട്രീ റെപ്രസെന്റേഷൻ. അതായത് നമുക്ക് തന്നേക്കുന്ന ഒരു ജനറൽ ട്രീ ആയിരുന്നു, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് നെക്സ്റ്റ് റൈറ്റ് സിബ്ലിംഗ് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു. സോ ആ വരച്ചതിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു, 45 ഡിഗ്രി നമ്മൾ ക്ലോക്ക് വൈസിൽ ടിൽറ്റ് ചെയ്തു. സോ ടിൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് സോ ഇത്. ഓക്കെ, ജസ്റ്റ് 45 ഡിഗ്രി നമ്മൾ ടിൽറ്റ് ചെയ്താൽ മതി. സോ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. സോ ഇത് ഒരു ബൈനറി ട്രീ ആണ്. സോ ഇതാണ് നമുക്ക് തന്ന ട്രീയുടെ ബൈനറി ട്രീ റെപ്രസെന്റേഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ജനറൽ ട്രീ തന്നു കഴിഞ്ഞാൽ, ഇതുപോലെ ഏത് ജനറൽ ട്രീ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് ബൈനറി ട്രീയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ട്രീയെ, ഒരു ജനറൽ ട്രീയെ നമ്മൾ ബൈനറി ട്രീ ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. താങ്ക് യു.